അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. പിണറായി സഖാവിന്റെ മൂക്കത്തെ ശുണ്ടി നാട്ടിലെല്ലാം പാട്ടാണ്. മുഖ്യമന്ത്രിയായ ശേഷം അവസരം കിട്ടിയാലൊക്കെ അദ്ദേഹം അത് പ്രകടിപ്പിക്കാറുമുണ്ട്. അതിന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. പുതിയ പതിറ്റാണ്ട് വന്നാലും സഖാവിന് മാറ്റമൊന്നുമില്ല. അതിപ്പോ ആളും തരവും ഒന്നും പ്രശ്നമല്ല. മൂഷിപ്പ് തോന്നിയാൽ പിണറായി സഖാവ് ദേഷ്യം പിടിച്ചിരിക്കും. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. But request you all to rise up from your seat for lamp lighting ceremony. വന്ന് അടുത്ത കോമഡി. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കാണ്, മുഷ്ടി ചുരട്ടാണ്, ആകെ വിയർക്കാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അദ്ദേഹം അതിലെടുത്ത നിലപാടിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുക ചെയ്തു. വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിളി മുഴുവനാവുന്നതിന് മുമ്പ് അദ്ദേഹം നടന്ന് വന്നിട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് ഞാൻ മാറി നിന്നു. അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. എന്റെ വാക്കവൻ തട്ടില്ല, കാരണം കരിങ്കല്ല് പോലത്തെ വാക്കാ എന്റേത്. എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. എന്താണ് മാറി നിൽക്കാൻ പറഞ്ഞതെന്നും എന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ മാറി നിന്നു. പക്ഷെ എനിക്കത് അപ്പം ഭയങ്കര ഒരു രോഷം എനിക്കുണ്ടായി. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ ചിന്തിച്ചു, അത് അദ്ദേഹത്തിന്റെ മര്യാദയാവും ആ രീതിയിൽ പെരുമാറുക എന്നുള്ളത്. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് തന്നെ എൻ്റെ പോയ ഊർജം പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് അതേതായാലും നന്നായി. നടക്കുമ്പം മൈക്കിനടുത്തേക്ക് അദ്ദേഹം പ്രസംഗിച്ച് മടങ്ങുമ്പം ഞാൻ വിചാരിച്ചു, പറയണം, താങ്കളുടെ ആ മാറി നിൽക്കുക എന്ന ജന്മി ശബ്ദത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദി സാറിന് പറയണമെന്ന് വിചാരിച്ചു. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. ആ പരിപാടി എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു മനുഷ്യന് അവാർഡ് കിട്ടുന്നൊരു പരിപാടിയായിരുന്നു. അവാർഡ് അപ്പോൾ അതിന് മുൻകൈ എടുത്തവരിൽ ഞാനും ഒക്കെ ഉണ്ട്. അപ്പം വേദിയിൽ നിന്ന് അവരെ അപമാനിക്കുമ്പം അത് ഏത് വ്യക്തിയായാലും, ചെറുതായാലും വലുതായാലും, മനുഷ്യർക്ക് ആർക്കായാലും ഒരു അഭിമാനം ഉണ്ടാവില്ലേ? അതിനല്ലേ ക്ഷത കേൾക്കുന്നത്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? പ്രത്യേകിച്ചും മുഖ്യമന്ത്രിനെ പോലെയുള്ള ഒരു പക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യരിൽ നിന്ന് അങ്ങനെയുള്ള ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നില്ല. ഒരു പ്രത്യേക ജീവിതല്ലേ അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേൽ കളിപ്പ്, കളിപ്പ്, കളിപ്പ്. കള്ളന്റെ ലുക്കുള്ള ഇവനെ പിടിച്ച് യേശു ക്രിസ്തു മുഖ്യമന്ത്രിന്റെ ഈ സ്ത്രീപക്ഷ നിലപാട് സത്യസന്ധമാണെങ്കിൽ മുഖ്യമന്ത്രി അത് തിരുത്തന്നെയാണ് വേണ്ടത്. ആ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. എന്തിനു വെറുതെ അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു? എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെ എങ്ങനെയാ? ഒരു വല്ലം